കേവസ് രണ്ട് ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അല്പനാൾ മുമ്പ് വരെ അസംഭവ്യമെന്നും അചിന്തനീയമെന്നും ഒക്കെ പറയാവുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ അടുത്തടുത്ത് സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, ഭാരതത്തെ ആവശ്യമില്ലാതെ പ്രകോപിപ്പിച്ച് പിണക്കിയതിൻ്റെ പേരിൽ ഒരു US പ്രസിഡന്റിനെ ഇങ്ങനെ ചാരി നിർത്തിയിരിക്കുകയാണ് ചുവരിൽ. രണ്ട്, ചൈന മുന്നിൽ കൈതരുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്തിരുന്ന ചൈന, ഏതൊക്കെ രീതിയിൽ ഭാരതത്തെ ഉപദ്രവിക്കാമോ അതൊക്കെ ചെയ്തിരുന്ന ചൈന, ഭാരതം US-നോട് അടുക്കുന്നുവെന്നും വളരെ വിശാലമായ ദീർഘകാല കരാറുകളിൽ ഏർപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അത് അപകടമാണെന്ന് തിരിച്ചറിയുകയും ഭാരതത്തിൻ്റെയും ചൈനയുടെയും താല്പര്യങ്ങൾ ഒന്നാണെന്നും അതല്ലെങ്കിൽ ചൈനയ്ക്ക് ഇത് തിരിച്ചടിയാകും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഭാരതത്തിൻ്റെ രാഷ്ട്രപതിക്ക് അയക്കുകയും അതിൻ്റെ പകർപ്പ് പ്രധാനമന്ത്രിക്ക് അയക്കുകയും ചെയ്തു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്തത് BJPയുടെ മുഖപത്രമല്ല, ബ്ലൂംബർഗ് എന്ന രാജ്യാന്തര വാർത്താ ഏജൻസിയാണ്. രണ്ട്, ഇത് മാർച്ചിൽ കിട്ടിയ കത്തിന് ഭാരതം മറുപടി കൊടുക്കുന്നില്ല, അതവിടെ വെച്ചേക്കുകയാണ്. ജൂൺ 17 ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ കോളിന് ശേഷമാണ് ഒരുപക്ഷെ മോദിക്ക് പോലും മനസ്സിലായത് ഇത് ലോങ് ടേമിൽ ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല എന്നുള്ളതാണ്. അന്ന് തൊട്ട് പിന്നെ നമ്മൾ കണ്ടത് ചടുലമായ നയതന്ത്ര നീക്കങ്ങളായിരുന്നു. റഷ്യയിലേക്കുള്ള S ജയശങ്കറിൻ്റെ വിസിറ്റ്, പിന്നാലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലിൻ്റെ സന്ദർശനം, പിന്നാലെ ചൈനയിലേക്ക് പോകാനുള്ള പ്രധാനമന്ത്രിയുടെ തീരുമാനം. ഇത് വളരെ മുമ്പേ എടുത്ത തീരുമാനമാണ്. ഇത് പെട്ടെന്ന് ഈ ട്രംപിൻ്റെ ഈ നിലപാട് കാരണം ഉണ്ടായതല്ല. പക്ഷേ ഈ SCO സമ്മിറ്റിൻ്റെ ഡയമെൻഷൻ പെട്ടെന്നങ്ങ് മാറുകയാണ്. അവിടെ ഒന്നിക്കുന്നത് ജപ്പാൻ പ്രധാനമന്ത്രി, റഷ്യൻ പ്രസിഡന്റ് പുടിൻ, ആതിഥേയരായ ചൈനീസ് പ്രസിഡന്റ്, അവിടേക്ക് നരേന്ദ്രമോദി ചെന്നിറങ്ങുന്നു. ലോകം മുഴുവൻ, ലോക മാധ്യമങ്ങൾ മുഴുവൻ, ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ, നയതന്ത്ര കണ്ണുകൾ മുഴുവൻ അവിടേക്ക്, ഓരോ ചുവടും ഓരോ നീക്കവും മോദിയെ ചുറ്റിപ്പറ്റി. ഇതൊരു വലിയ മാറ്റം, അഭിമാനാർഹമായ ഒരു മാറ്റം തന്നെയല്ലേ? അത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയിലേക്കാണ്. SCO സമ്മിറ്റ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയും ജിൻപിങ്ങും അതുപോലെ പുടിനും ഒക്കെ പങ്കെടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇന്നുള്ളൊരു പ്രാധാന്യം, അതിന് ലഭിക്കുന്നൊരു പ്രാധാന്യം, അതിനൊരു ഗ്ലോബൽ ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്നു. നരേന്ദ്രമോദിക്ക് ഒരു നമുക്ക് ചിന്തിക്കാനാവാത്ത പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു. അതിന് കാരണം മോഡിയുടെ നയതന്ത്രം തന്നെയാണ്. നമ്മളിവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ചൈനയുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണം എന്ന് പലപ്പോഴും ഇന്ത്യ ആഗ്രഹിച്ചിട്ടുണ്ട്. 1978 വാജ്പേയി വിദേശകാര്യമന്ത്രിയായിരുന്ന സമയത്ത്, അപ്പോഴാണ് 62 യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടൊരു ഇന്ത്യൻ മന്ത്രി ചൈനയിൽ കാലുകുത്തുന്നത്. അന്നും വാജ്പേയി പറഞ്ഞത് എന്താ? അതിർത്തി തർക്കങ്ങൾ നമുക്ക് പരിഹരിക്കാം, പക്ഷേ വി ഹാവ് ടു ഹാവ് എ നോർമൽ റിലേഷൻഷിപ്പ് ഫസ്റ്റ്. കച്ചവടങ്ങൾ തുടങ്ങണം, ട്രേഡ് ഡീൽസ് തുടരണം. അതായിരുന്നു അടൽജിയുടെ നിർദ്ദേശം. പിന്നീട് 2003 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വാജ്പേയി പോയി. അന്നും ഇതേ നിർദ്ദേശം തന്നെ വാജ്പേയി ചൈനക്കാരോട് പറഞ്ഞു. മാത്രമല്ല, അതിർത്തി തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറെ ഒരു മധ്യസ്ഥനായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു, ചൈനയുടെ NSA കൂടി ഒന്നിച്ചിരുന്ന് പ്രശ്നം പരിഹരിക്കാൻ. പക്ഷേ അന്നൊന്നും ചൈനയ്ക്ക് സദ്ബുദ്ധി തോന്നിയിട്ടില്ല. പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത്. അരുണാചലിൻ്റെ പേരിൽ വിവാദമുണ്ടായി. 2017 ഡോക്ലാമിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. 2020 ലഡാക്കിൽ നമ്മൾ കണ്ടു. പാകിസ്ഥാനോടൊപ്പം നിന്നിട്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി. അതിനൊക്കെ മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ മറന്നുകൂടാ, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഈ ഇപ്പോഴത്തെ ചൈനീസ് പ്രീമിയറിനെ ഗുജറാത്തിലേക്ക് ക്ഷണിച്ചു. സബർമതി ആശ്രമത്തിലും മറ്റും അവർ ചുറ്റിക്കറങ്ങിയതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതിനുശേഷം മഹാബലിപുരത്ത് ഒരു ഉച്ചകോടി നടന്നു. അപ്പോൾ ഏത് സമയത്തും ചൈനയുമായിട്ട് സൗഹൃദത്തിൽ പോകണം, അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം നിലനിർത്താൻ ശ്രമിക്കണം, അതിർത്തി പ്രശ്നങ്ങൾ പിന്നീട് പരിഹരിക്കാം എന്നൊരു നിലപാട് ഇന്ത്യ എടുത്തിട്ടുണ്ട് ആദ്യം മുതലേ. അവിടെയൊക്കെ നമ്മുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചത് നമ്മൾ സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിച്ചവരുടെ ഭാഗത്ത് തന്നെയാണ്.
മുഷാറഫിനെയും അതുപോലെ തന്നെ ഷെറീഫിനെയും ഒക്കെ വാജ്പേയിയുടെ കാലത്ത് വിളിച്ചു വരുത്തിയത് നമുക്കറിയാം. ലാഹോർ ബസ് യാത്രയും ആഗ്ര ഉച്ചകോടിയും ഒക്കെ. അതിനുശേഷമാണ് കാർഗിൽ യുദ്ധമുണ്ടായത്. അതുപോലെ തന്നെയാണ് ചൈനയിൽ നിന്നും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇത്തവണ നരേന്ദ്രമോദി വളരെ വളരെ എക്സ്ട്രാ കെയർഫുൾ ആയിരിക്കും, ശ്രദ്ധാപൂർവമുള്ള ഒരു നയതന്ത്ര നീക്കമായിരിക്കും നടത്തുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇത് വിജയിച്ചാൽ ഇന്ത്യയും റഷ്യയും ചൈനയും ജപ്പാനും ഏഷ്യയിലെ 4 വൻ ശക്തികൾ കൈകോർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ലോകത്തിലെ ഒരു വലിയ പുതിയ ഒരു സംഭവ വികാസമാത്താൽ ലോകത്തെ ഒരു ശക്തി കേന്ദ്രമായിട്ട് അത് മാറും. ഇതും വാജ്പേയിയുടെ നിർദ്ദേശമായിരുന്നു. ഇന്ത്യയും റഷ്യയും ചൈനയും കൈകോർക്കണം എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അടൽജി പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അന്ന് നടന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ അത് നടക്കാൻ പോകുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ ജപ്പാനും ചൈനയും തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ജയപ്രസാദ് സൂചിപ്പിച്ചു. ശരിയാണ്, അവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ കാർഡ് രൂപം കൊണ്ടത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരർത്ഥത്തിൽ പസഫിക് റീജിയണിലുള്ള ചൈനയുടെ ആധിപത്യത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരർത്ഥത്തിൽ. അവിടെ ഒരു കാര്യം കൂടി, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നതിന് മുമ്പ് പോയത് ജപ്പാനിലേക്കാണ്. ജപ്പാനിലെ അധികൃതരെ കോൺഫിഡൻസിൽ എടുത്തിട്ടായിരിക്കും മോഡി ചൈനയിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ടാകുക. അതുകൊണ്ട് എനിക്ക് ഒരു സംശയമില്ല, ഈ ജപ്പാൻ, ചൈന, റഷ്യ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ആഗോള അച്ചുതണ്ട്, ഒരു ഏഷ്യൻ വൻശക്തികളുടെ കൂട്ടായ്മ, അത് SCO സമ്മിറ്റിൻ്റെ പിന്നാലെ പിറക്കാനുള്ള സാധ്യതയുണ്ട്. അത് ലോക ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരിക്കും എന്നാണ് ഞാൻ അങ്ങയിലേക്ക് വരാം.